ഉത്തർപ്രദേശിനും ജമ്മു കാശ്മീരിനും ശേഷം ഇപ്പോൾ ഡൽഹി സർക്കാരും ബക്രീദിന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് ബക്രീദിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും ഇപ്പോൾ ഡൽഹി സർക്കാരും ആഘോഷിക്കുന്നത്. യോഗി ആദിത്യനാഥാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നത്. അതിനുശേഷം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ വഖഫ് ബോർഡ് അടക്കം അവിടെയുള്ള വിശ്വാസികളോട് ഇത് നിങ്ങൾ അനുസരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ബക്രീദിൽ ഡൽഹി ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് സമാനമായിട്ടുള്ള രീതിയിലുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ബക്രീദിൽ കൗസിനെയും ക്യാമൽസിനെയും സ്ലോട്ടർ ചെയ്യാൻ പാടില്ല, പശുക്കളെയും ഒട്ടകങ്ങളെയും സ്ലോട്ടർ ചെയ്യാൻ പാടില്ല. ഇത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആയിരിക്കും. ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആയിരിക്കുമെന്നാണ് ഡൽഹി ഇപ്പോൾ പറയുന്നത്. സാക്രിഫൈസ് ഈസ് ഓൺലി പെർമിറ്റഡ് അറ്റ് ഡെസിഗ്നേറ്റഡ് പ്ലേസസ്, ഡൂയിങ് സോ എൽസ്വെയർ ഈസ് ഇല്ലീഗൽ. അതായത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ആരാധന നടത്താനായി അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ ബലിയർപ്പിക്കുക, സാക്രിഫൈസ് നടത്തുക. അല്ലാതെ പുറമേ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സാക്രിഫൈസ് നടത്താൻ വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിരിക്കും, വലിയ ക്രിമിനൽ ഒഫൻസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. പോലീസ് ഹാവ് ബീൻ ഡയറക്റ്റഡ് ടു ടേക്ക് സ്വിഫ്റ്റ് ആക്ഷൻ അഗൈൻസ്റ്റ് എനി അൺലോഫുൾ സാക്രിഫൈസസ്. ഇതും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കൊണ്ടുവന്ന ഒരു നിയമമാണ്. അതായത് പോലീസിന് കേസെടുക്കണമെങ്കിൽ ആരും പരാതി തരേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുകയാണെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ അവകാശവും ഇപ്പോൾ ഡൽഹി സർക്കാരും പോലീസിന് കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.